Hi viewers, welcome back to another video of Tincys Academy. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന റീഡിംഗ് പാർട്ട് സിയുടെ ഒരു ടിപ്പുമായിട്ടാണ്. എവറി വീക്കിൽ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലകത്ത് കൃത്യമായിട്ട് റീഡിംഗ് പാർട്ട് സിയുടെ ഓരോ ക്വസ്റ്റ്യൻസും അതെങ്ങനെ ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ക്രാക്ക് ചെയ്താലാണ് നമുക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ ആൻസറിനെ കിട്ടുന്നത്. സോ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ഓരോ വീക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഡിങ്ങിന് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളിത് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു: ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വാട്ട് ആസ്പെക്ട് ഓഫ് ദ DM1 ഇസ് ഹൈലൈറ്റഡ്. അപ്പം ക്വസ്റ്റ്യൻ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ക്വസ്റ്റ്യൻ നമ്മളോട് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിന്റെ ഏത് ആസ്പെക്റ്റിനെ കുറിച്ചാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം, ടൈപ്പ് 1 ഡയബറ്റിസിന്റെ ഏത് ഭാഗമാണ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മളുടെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമ്മളോട് വ്യക്തമായിട്ട് പാരഗ്രാഫ് പറയുന്നത് ഇതായിരുന്നു: ഡയബറ്റിസ് മെലിറ്റസ് ഇസ് എ ക്രോണിക് കണ്ടീഷൻ ആൻഡ് എ സിഗ്നിഫിക്കന്റ് ഹെൽത്ത് പ്രോബ്ലം. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഹൈ മോർബിഡിറ്റി ആൻഡ് മെനി കേസസ് പ്രീമച്വർ മോർട്ടാലിറ്റി. ഇങ്ങനെയാണ് നമ്മുടെ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതായിരുന്നു DM1ന്റെ ഏത് ഭാഗത്തെ കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം DM1ന്റെ റെഫറൻസ് എവിടെയാണ് പാരഗ്രാഫിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. സോ അതിനുശേഷമാണ് നമ്മളോട് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിനെ കുറിച്ച്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ഭാഗം കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡീപ്പ് റീഡിംഗ് ചെയ്യാം. അപ്പൊ നമ്മളോട് പറയുന്നത് ഇതായിരുന്നു: ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഹാസ് ആൻ ഏർലി ഓൺസെറ്റ് ആൻഡ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ is an integral part of the medical therapy of this condition. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ടൈപ്പ് 1 ഡയബറ്റിസിന്റെ ഏത് ഭാഗത്തെ കുറിച്ചാണ്? രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഏർലി ഓൺസെറ്റിനെ കുറിച്ച്, രണ്ടാമത്തെ കാര്യം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് മെഡിക്കൽ തെറാപ്പിയുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ റിലേറ്റഡ് ടു ട്രീറ്റ്മെന്റും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. രണ്ട് ആസ്പെക്ട് ആണ്, ഒന്ന് ഏർലി ഓൺസെറ്റ്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു ആസ്പെക്ട്. ഇനി ഇതിൽ ഏത് കാര്യമാണ് നമ്മളോട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദ ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ജനറേറ്റ്സ് വേരിയസ് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ആൻഡ് മെനി ഫോഴ്സ് പേഷ്യന്റ് ടു ഫേസ് കോംപ്ലിക്കേറ്റഡ് ചലഞ്ചസ് such as maintaining optimal physical health, managing their condition and dealing with possible comorbidities and unpredictable symptoms. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ഈ രണ്ട് കാര്യത്തിൽ ഏത് ആസ്പെക്റ്റിനെ കുറിച്ചാണ് വീണ്ടും പാരഗ്രാഫ് അല്ലെങ്കിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മളോട് സംസാരിക്കുന്നതെന്ന്. സോ ദാറ്റ് ഈസ് ദ ഓൺസെറ്റ് ആണ്. സോ ഇപ്പൊ ഏർലി ഓൺസെറ്റിനെ കുറിച്ചാണ് പാരഗ്രാഫ് തുടർന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം അതിനാണ് കുറച്ച് ഹൈലൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പാരഗ്രാഫിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ അതെന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടൊന്ന് റീഡ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് പറയുന്നത് DM ടൈപ്പ് 1ന്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺസെറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ എന്തായിരുന്നു? വേരിയസ് ബയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഷ്യന്റ് ടു ഫേസ് കോംപ്ലിക്കേറ്റഡ് ചലഞ്ചസ്, പേഷ്യന്റിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പലതരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. സച്ചാസ് അത് ഏതൊക്കെയാണെന്ന് അവര് ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. മെയിൻറ്റൈനിങ് ഓപ്റ്റിമൽ ഫിസിക്കൽ ഹെൽത്ത്, മാനേജിങ് ദെയർ കണ്ടീഷൻ, അതുപോലെ തന്നെയുള്ള പ്രോബ്ലമാണ് ഡീലിംഗ് വിത്ത് പോസിബിൾ കോമോർബിഡിറ്റീസ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട്. സോ ഇത്തരം ചലഞ്ചസ് ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളോട് ഓൺസെറ്റുമായി ബന്ധപ്പെട്ട് നമ്മളോട് DM1 ജനറേറ്റ് ചെയ്യുന്നത് ഇതാണ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വേരിയസ് ബയോളജിക്കൽ സൈക്കോളജിക്കൽ ചേഞ്ചസ് ആൻഡ് ദെൻ പേഷ്യന്റ് ഹാവ് ടു ഫേസ് കോംപ്ലിക്കേറ്റഡ് ചലഞ്ചസ് എന്നുള്ളതാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ലൈൻ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ആസ് എ ക്രോണിക് കണ്ടീഷൻ, സോ ഇതൊരു ക്രോണിക് കണ്ടീഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? DM1 ഡിമാൻഡ് ചെയ്യുന്നുണ്ട് റാഡിക്കൽ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ഇൻ ഓർഡർ ഫോർ ദ പേഷ്യന്റ് ടു അച്ചീവ് എഫക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ആരാവശ്യപ്പെടുന്നുണ്ട്? DM1 ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ടൈപ്പ് 1 അല്ലെ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മുടെ ഓപ്ഷൻസിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്ക് ഓൾറെഡി ക്ലിയർ ആയി എന്ത് കാര്യമാണ് നമ്മളോട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സോ പാരഗ്രാഫിൽ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അതിനകത്ത് രണ്ട് ആസ്പെക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ട്രീറ്റ്മെന്റ് ബേസ്, മറ്റൊന്ന് ഏർലി ഓൺസെറ്റ്. അതിൽ ഏർലി ഓൺസെറ്റിനെ കുറിച്ച് നമുക്ക് എടുത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ കാര്യത്തെക്കുറിച്ചും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളുടെ ഓപ്ഷനിലേക്ക് കിടക്കുമ്പോൾ A നമുക്ക് വരുന്നത് ദ ഡിമാൻഡിങ് ട്രീറ്റ്മെന്റ് റെജിം ഇറ്റ് എൻറ്റൈൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയെ കുറിച്ച് വാസ്റ്റ് ആയിട്ട് നമ്മളോട് എന്ത് സംസാരിച്ചിട്ടില്ല? പാരഗ്രാഫ് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വി ആർ മൂവിങ് ടു ബിയിലേക്ക് വന്ന്
the extent of the problem it causes to society. So നമ്മളിത് റീഡ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പേഷ്യന്റിനെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് എൻകൗണ്ടർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് ഇതിനകത്ത് സംസാരിച്ചിരിക്കുന്നത് അല്ലേ. സോ അതുപോലെ തന്നെ ഇവിടെ ചേഞ്ചസ് ഉണ്ടാകുന്നത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പേഷ്യന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യമല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മുടെ പാരഗ്രാഫ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത്. മൂവിങ് ടു സിയിലേക്ക് നമുക്ക് വരുമ്പോൾ ദ ഡിഗ്രി ഓഫ് ഡിസ്ട്രപ്ഷൻ ഇറ്റ് ബ്രിങ്സ് ടു പേഷ്യന്റ് ലൈഫ്സ് എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. സോ DM1 ഉള്ള ഒരു പേഷ്യന്റിന് ബയോളജിക്കൽ ചേഞ്ചസ് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പേഷ്യന്റിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പല ചലഞ്ചസും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ സി ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് മാച്ച് ആവുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ the severity of medical complications it can lead to. അപ്പം മെഡിക്കൽ കോംപ്ലിക്കേഷൻ്റെ സീവിയറിറ്റിയെ കുറിച്ച് നമുക്കിത് തന്നിട്ടില്ല അല്ലെ. നമുക്ക് ചലഞ്ചസിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ബട്ട് സീവിയറിറ്റി നമുക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ എത്രത്തോളം സീവിയർ ആണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ തന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ട് മാച്ച് ആയിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസ്ട്രപ്ഷൻ ഇറ്റ് ബ്രിങ്സ് ടു പേഷ്യന്റ് ലൈഫ്. സോ ഇതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾ OET റീഡ് ചെയ്യുമ്പോൾ, നമ്മുടെ OETയുടെ റീഡിംഗ് മൊഡ്യൂൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനകത്തും അവർ കൃത്യമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുകളെ ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ടൈം ഫ്രെയിമിനുള്ളിൽ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിന് വേണ്ടത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസാണ്. അതുപോലെ തന്നെ റൈറ്റ് വേയിലായിരിക്കണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അത് റൈറ്റ് വേയിലൂടെ കൂടെയായിരിക്കണം. സോ എല്ലാ വീക്കിലും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് റീഡിങ് പെർട്ടിക്കുലർ ആയിട്ട് ബുദ്ധിമുട്ടുള്ളവർ കൃത്യമായിട്ട് അത് വാച്ച് ചെയ്യുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി. Tincys Academy, an institute for your future.